We shall now discuss the mirror equation. Consider a concave mirror. Concave mirror geometric center pole mark chedu. Then we can draw the principal axis which passes through the center of curvature. ഇനി ഇത് രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഫോക്കസ് വരുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് ഈ മിററിൽ തട്ടി റിഫ്ലക്ഷന് ശേഷം അത് ഒരു സ്ഥലത്ത് കൺവേർജ് ചെയ്യണം. അപ്പോൾ കോൺകേവ് മിറർ ആകുമ്പോൾ നമുക്കറിയാം ദ റേസ് വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ്. അപ്പോൾ ആ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. സപ്പോസ് വി ഹാവ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. എ ബി ഈസ് ദി ഒബ്ജക്റ്റ്. ഇപ്പോൾ ഈ ആരോ ഹെഡിൻ്റെ അവിടെ എന്ന് മാർക്ക് ചെയ്യാം. എ ബി ഈസ് ദി ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് മിററിൽ തട്ടി അത് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ആ പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് കോൺകേവ് മിററിൻ്റെ കേസിൽ. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ, ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ തട്ടിയിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് ഇതിൽ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ വന്ന് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്. അപ്പോൾ ഈ റേസ് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ they will appear to diverge from a point behind the mirror. ഈ പോയിന്റിലാണ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതിൽ തട്ടി ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേ മിററിൽ തട്ടിയിട്ട് ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നൗ ഇഫ് യു ആർ കൺസിഡറിങ് സം അതർ റേ വിച്ച് ഇസ് ഇൻസിഡൻറ്റ് അറ്റ് ദി പോൾ ഓഫ് ദ മിറർ. ഇങ്ങനെ ഒരു റേ പോളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഒബേയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് നോർമലാണ് അല്ലേ. നോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആണ് നോർമൽ. അപ്പോൾ ഇതിൽ കൂടെ പോളിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന റേ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഒബേയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇങ്ങനെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവത്തക്ക വിധത്തിൽ അത് റിഫ്ലക്റ്റഡ് ആയി. അപ്പോൾ ഈ പോയിന്റ് എയിൽ നിന്ന് വരുന്ന രണ്ട് റേസ് മിററിൽ തട്ടി ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ഈ കോമൺ പോയിന്റിലാണ് നമുക്ക് എ എന്നുള്ള പോയിന്റിൻ്റെ ഇമേജ് കിട്ടുക, എ ഡാഷ്. ഇനി നമുക്ക് വേറെ ഒരു റേയും കൂടി കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എ റേ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന റേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഒരു റേ, ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അത് മിററിൽ തട്ടിയിട്ട് ഇറ്റ് വിൽ റീട്രേസ് ദ പാത്ത്. അത് തിരിച്ച് അതേ വഴിയിലൂടെ തന്നെ റിഫ്ലക്റ്റഡ് ആവുന്നു. ഇതിൽ തട്ടി ദ റേ വിൽ റീട്രേസ് ദ പാത്ത്, അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ എല്ലാ റിഫ്ലക്റ്റഡ് റേസും കൂടെ മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റിൽ എ എന്നുള്ളതിൻ്റെ ഇമേജ് എ ഡാഷ് കിട്ടും. സോ ദ ഇമേജ് വിൽ ബി ബി ഡാഷ് എ ഡാഷ്. അപ്പോൾ ഇങ്ങനെ റിഫ്ലക്ഷന് ശേഷം റേസ് ജോയിൻ ചെയ്ത് കൺവേർജ് ചെയ്തിട്ടാണ് ഇമേജ് കിട്ടുന്നതെങ്കിൽ ആ ഇമേജ് നമുക്ക് സ്ക്രീനിൽ പിടിക്കാൻ പറ്റുന്ന റിയൽ ഇമേജ് ആയിരിക്കും. അതേസമയം കോൺവെക്സ് മിററിൽ the rays are appearing to spread out or they are appearing to diverge from a point behind the mirror. അവിടെയുള്ള ഇമേജ് എങ്ങനത്തെ ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെർച്വൽ ഇമേജ് ആണ്, വിച്ച് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. വെയർആസ് ദ ഇമേജ് ഫോംഡ് ബൈ കൺവേർജിങ് ഓഫ് റേസ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഇറ്റ് ഈസ് റിയൽ. ഇമേജ് ഫോംഡ് ബൈ ഡൈവേർജിങ് ഓഫ് റേസ് ഈസ് വെർച്വൽ ആൻഡ് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. അപ്പോൾ കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ ഏത് കേസിലാണെങ്കിലും നമ്മൾ സാധാരണ മൂന്ന് കേസുകളാണ് എടുക്കുന്നത്. ഒന്ന്, എ റേ വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. പിന്നെ എ റേ വിച്ച് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻസിഡൻറ്റ് നോർമലി അല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു റേ അല്ലെങ്കിൽ വിച്ച് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ വിൽ റീട്രേസ് ദ പാത്ത്, വന്ന വഴിയെ തന്നെ തിരിച്ചു പോകും. ഇനി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഒരു റേ വരികയാണ് വിചാരിക്കുക.
ഇവിടെ നിന്നാണ് ഒരു റേ വരുന്നതെങ്കിൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഫോക്കസിൽ കൂടെ വരുന്ന ഒരു റേ റിഫ്ലക്ഷൻ ശേഷം തിരിച്ച് പാരലലായിട്ട് പാസ് ചെയ്യും. എനി അതർ റേ വിച്ച് ഇസ് ഇൻസിഡൻറ്റ് അറ്റ് ദി പോൾ ഓഫ് ദ മിറർ വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഒബേയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട്, ഈ 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് റേസ് വരയ്ക്കാം. റേസ് മിററിൽ വന്ന് തട്ടുന്നു ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്. നൗ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ മിറർ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. എ ഡാഷ് ബി ഡാഷ് എഫ് എന്നുള്ള ട്രയാങ്കിളും എഫ് പി ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എം ആണ്. അപ്പോൾ വി ആർ കൺസിഡറിങ് ട്രയാങ്കിൾസ് എ ഡാഷ് ബി ഡാഷ് എഫ്. ഈ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് എഫ് എന്നുള്ള ട്രയാങ്കിളും പിന്നത്തെ ട്രയാങ്കിൾ എം പി എഫ്. ട്രയാങ്കിൾ എം പി എഫ്. അപ്പോൾ ഇത് രണ്ടും ഈ എം പി എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. ഈ മിറർ വളരെ ചെറിയ ഡയമീറ്റർ അല്ലെങ്കിൽ അപ്പർച്ചർ ഓഫ് ദ മിറർ, അപ്പർച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മിററിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. അത് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഈ എം പി എന്നുള്ള കേർവിനെ ഒരു എം പി എന്നുള്ള സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കാം. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് എം പി എഫ് ആൻഡ് എ ഡാഷ് ബി ഡാഷ് എഫ് ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് ആൻഡ് ദേ ആർ സിമിലർ. ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസ് ആയാൽ നമുക്ക് അതിൻ്റെ റേഷ്യോ ഓഫ് ദെയർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എടുക്കുന്ന സൈഡുകൾ ബി ഡാഷ് എ ഡാഷ് ഡിവൈഡഡ് ബൈ ബി ഡാഷ് എ ഡാഷിന് സിമിലർ ആയിട്ട് വരുന്നത് എം പി സ്ട്രെയിറ്റ് ലൈനാണ് വിചാരിക്കുക. എം പി ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. നോക്ക്, നമ്മൾ അടുത്ത ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ബി ഡാഷ് എ ഡാഷ് എഫ് എന്നുള്ള ട്രയാങ്കിളും എം പി എഫ് എന്നുള്ള ട്രയാങ്കിളും. ഇത് 2 സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇതിലെ സൈഡുകൾ ബി ഡാഷ് എ ഡാഷ് ബൈ എം പി ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി എന്നെടുത്തു. ഇനി അടുത്ത സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ബി പി എന്നുള്ള ട്രയാങ്കിൾ. ഇവിടെ ഈ ആംഗിൾ എ പി ബി എന്നുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. എ ഡാഷ് പി ബി എന്നുള്ളത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ആ 2 ആംഗിൾസും ഈക്വൽ ആണ് ബൈ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. സോ വി ക്യാൻ കൺസിഡർ എ ബി പി. ഈ എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളും പിന്നെ ഏതാണ് എ ഡാഷ് ബി ഡാഷ് പി അല്ലേ, ഇത് ഈ ട്രയാങ്കിളും എ ബി പി എന്നുള്ളതും എ ഡാഷ് ബി ഡാഷ് പി എന്നുള്ളതും ആർ സിമിലർ ട്രയാങ്കിൾസ്. A dash B dash P and ABP are similar triangles. Similar to triangle A dash B dash P. അപ്പോൾ ഇവിടെയും നമുക്ക് റേഷ്യോ ഓഫ് ദി സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ളത് വെച്ചിട്ട് എങ്ങനെ എഴുതാം? നേരത്തെ എഴുതിയ. Now we are considering the next set of similar triangles. BAP എന്നുള്ള ട്രയാങ്കിളും B dash A dash P ഇത് 2 സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇവിടെ ഇൻസിഡൻസ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ നോക്കുമ്പോൾ ബി ഡാഷ് എ ഡാഷ് ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ് ബി എ ഈസ് ബി ഡാഷ് എ ഡാഷ് ബൈ ബി എ ഈക്വൽ ടു ബി ഡാഷ് പി ഡിവൈഡഡ് ബൈ ബി പി. ഇനി ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് എം പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എ ബി അല്ലേ. എം പി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് തന്നെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എം പി എന്നുള്ളതിനെ വി ക്യാൻ റീപ്ലേസ് ബൈ എ ബി. അപ്പോൾ നോക്കി ഇക്വേഷൻ
ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ആണ്. ഈ രണ്ട് ഇക്വേഷൻസിന് ബി ഡാഷ് എ ഡാഷ് ബൈ എ ബി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ബി ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ എഫ് പി ഈക്വൽ ടു ബി ഡാഷ് പി ബൈ ബി പി. ഇനി ഈ ബി ഡാഷ് എഫ് എന്നുള്ളതിനെ നമ്മൾ ബി ഡാഷ് പി മൈനസ് എഫ് പി എന്ന് എഴുതണം. നോക്കുക, ഈ ഡിസ്റ്റൻസ് ബി ഡാഷ് എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഡാഷ് പി മൈനസ് എഫ് പി. സോ ദിസ് ഇസ് റിട്ടൺ ആസ് ബി ഡാഷ് പി മൈനസ് എഫ് പി. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ബി ഡാഷ് എഫ്. അപ്പോൾ ഈ ടോട്ടൽ ബി ഡാഷ് പി മൈനസ് എഫ് പി ചെയ്താൽ എന്ത് കിട്ടും? ബി ഡാഷ് എഫ് കിട്ടും ബൈ എഫ് പി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മളിനി സയൻസ് കൺവെൻഷൻ അപ്ലൈ ചെയ്ത് ആ ഡിസ്റ്റൻസുകൾക്കുള്ള ലെറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നോക്കുക. ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് എ ഡാഷ് ബി ഡാഷ് ആണ് ഇമേജ് അല്ലേ. അപ്പോൾ ബി ഡാഷ് പി പറഞ്ഞാൽ പിയിൽ നിന്ന് ആ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇമേജ് ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആദ്യം കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പറഞ്ഞു ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദി പോൾ ഓഫ് ദ മിറർ. പിന്നെ ഡയറക്ഷൻ ഡിസ്റ്റൻസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് പോസിറ്റീവും ഓപ്പോസിറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് നെഗറ്റീവും ആണ് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ലൈറ്റ് ഇൻസിഡൻ്റ് ആവുന്നത് അല്ലേ. ഇതാണ് ഒബ്ജക്റ്റിൽ നിന്നാണ് ലൈറ്റ് മിററിൽ വന്ന് തട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യണം? പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം വി ആണ്. അത് ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എങ്ങനെ എടുക്കണം? മൈനസ് വി എന്ന് എടുക്കണം. ഇമേജ് ബി ഡാഷ് പി എന്നുള്ളത് മൈനസ് വി ആണ്. ബി ഡാഷ് പി ഈക്വൽ ടു മൈനസ് വി. പിന്നത്തെ ബി പി പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് ലൈറ്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആയതുകൊണ്ട് അത് മൈനസ് യു. പിന്നത്തെ ഡിസ്റ്റൻസ് ഏതാ വരുന്നത്? എഫ് പി അല്ലേ. എഫ് ഫോക്കസ് ലെങ്ത് പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആണ്. സോ എഫ് പി ഈക്വൽ ടു മൈനസ് എഫ്. അപ്പോൾ ഇവിടെ എല്ലാ ഡിസ്റ്റൻസുകളും എഗൻസ്റ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആയതുകൊണ്ട് എല്ലാം നെഗറ്റീവ് വരും. ഇനി ഈ ഡിസ്റ്റൻസുകൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി ഡാഷ് പി ബൈ ബി പി എന്നുള്ളതിന് പകരം നമുക്ക് കിട്ടുന്നത് ബി ഡാഷ് പി ബൈ ബി പി എന്നുള്ളത് മൈനസ് വി ബൈ മൈനസ് യു ഈക്വൽ ടു ബി ഡാഷ് പി മൈനസ് എഫ് പി. ബി ഡാഷ് പി എന്താണ്? മൈനസ് വി മൈനസ് എഫ് പി പറയുമ്പോൾ മൈനസ് എഫ് എന്ന് വന്നു. അപ്പോൾ എന്തായി? പ്ലസ് എഫ് ആയി അല്ലേ. മൈനസ് എഫ് ഈസ് ഈക്വൽ ടു പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് പി എന്താണ്? മൈനസ് എഫ്. ഈ മൈനസ് വി ബൈ മൈനസ് യു എന്നുള്ളതിനെ നമുക്ക് വി ബൈ യു എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ മൈനസ് എഫ് പ്ലസ് എഫ് ബൈ മൈനസ് എഫ്. ഇങ്ങനെ എഴുതിക്കൂടെ? രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം അല്ലേ. മൈനസ് വി ബൈ മൈനസ് എഫ് എന്ന് പറയുന്നത് വെറും വി ബൈ എഫ് ആണ്. പിന്നെ പ്ലസ് എഫ് ബൈ മൈനസ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 അല്ലേ. എഫ് ബൈ മൈനസ് എഫ് പറയുന്നത് മൈനസ് 1. ഇനി ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ വി. Dividing throughout by v, we get v കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by u ഈക്വൽ ടു ഇവിടെ ബൈ വി ചെയ്തു. ഇവിടെയും വി ഹാവ് ടു ഡിവൈഡ് ബൈ വി. 1 by f മൈനസ് 1 by v. ഈ ഇക്വേഷൻ്റെ ഓരോ ടേമിനെയും വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ബൈ വി ചെയ്തപ്പോൾ 1 by u 1 by f ഇവിടെ മൈനസ് 1 by v എന്ന് വന്നു. സോ 1 by u പ്ലസ് 1 by v ഈക്വൽ ടു 1 by f.
This is the mirror equation. അപ്പോൾ യു പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ, വി ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദ മിറർ ആൻഡ് എഫ് ഈസ് ദ ഫോക്കൽ ലെങ്ത്. 1/u plus 1/v equal to 1/f.